ആപ്കി അദാലത്തിൽ ബിസിനസ് ടൈക്കോൺ വിജയ് മല്യയുടെ മേലുള്ള കുറ്റാരോപണം. ഇദ്ദേഹം സ്വയം താൻ നിയമത്തിന് മുകളിലാണ് എന്ന് കരുതുന്നു. വിജയ് സാർ, താങ്കൾ എപ്പോഴും ന്യൂസിലുണ്ട്. പ്ലേ ബോയ് എന്ന വിശേഷണം, ഹൈഫ്ലൈ എന്ന വിശേഷണം, സ്വിംസൂട്ട് കാലണ്ടർ കാരണവും ഫാസ്റ്റ് കാർ കാരണം, ഇതെല്ലാം ഇപ്പൊ സംഭവിച്ച കാര്യങ്ങളാണ്. പക്ഷേ ചില വർഷങ്ങൾക്ക് മുൻപ് 1986-ൽ താങ്കൾ ന്യൂസിൽ വരാൻ കാരണം താങ്കളുടെ വീട്ടിലും ഓഫീസിലും റെയ്ഡ് നടന്നുകൊണ്ടേയിരിക്കും. അപ്പോ താങ്കൾ അറസ്റ്റ് ആകുകയും ചെയ്തു. അത് ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു. ഇൻകം കൂടുതലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെയ്ഡ് നടക്കും. അതായത് ഈ രാജ്യത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചില ആൾക്കാർ ടാക്സ് ഇവേഷൻ നടക്കുന്നു എന്ന് പറഞ്ഞ് റെയ്ഡ് ചെയ്യാം എന്ന് വിചാരിച്ചു. എൻ്റെ അഭിപ്രായം ഞാൻ അന്ന് പറയുന്നത് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇൻവെസ്റ്റിഗേഷൻ എന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു കടമയാണ്. പക്ഷേ ആ ഇൻവെസ്റ്റിഗേഷന് കുറച്ചൊക്കെ മര്യാദ വേണം. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ മാത്രം അല്ല ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെ നടക്കുന്നത്. എല്ലായിടത്തും നടക്കാറുണ്ട്, പുറം രാജ്യത്തൊക്കെ നടക്കാറുണ്ട്. പക്ഷേ ഈ ഇൻവെസ്റ്റിഗേഷനൊക്കെ കുറച്ചൊക്കെ മര്യാദയോടും അന്തസ്സോടും കൂടിയാണ് നടക്കുന്നത്. പക്ഷേ ഇവിടെ ശരിക്കും നടക്കുന്നത് റെയ്ഡാണ്. വീട്ടിലേക്ക് വരുന്നു, കതക്, അലമാരി എല്ലാം തകർത്ത് കളയുന്നു. അപ്പോ നമുക്ക് ഉണ്ടാകുന്നൊരു വികാരം, നമ്മുടെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യേണ്ടി വരുന്നൊരു ഗിൽറ്റിയാണ്. താങ്കളെ അറസ്റ്റും ചെയ്തു. അതെ, ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്തു. പക്ഷേ ഉടനെ തന്നെ ബെയിൽ കിട്ടുകയും ചെയ്തു. ആ റെയ്ഡിൽ ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള കാരണം അത് ഷാവാലസ് കാരണമാണ് നടന്നത്. കാരണം ഷാവാലസ് കമ്പനി സർക്കാരിനൊരു കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. ഞാൻ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് വയലേഷനിൽ ഷാവാലസിൻ്റെ ഓവർസീസ് ഷെയർസ് ഞാൻ വാങ്ങിയെന്ന്. അവരുടെ കുറ്റപത്രം അതായിരുന്നു. ആ കാരണം കൊണ്ടാണ് റെയ്ഡ് നടന്നത്. ഞാൻ അതിൽ നിന്ന് പുറത്തു വന്നു. അതിനുശേഷം ഞാൻ ഷാവാലിസ് തന്നെ വാങ്ങി. അതായത് 2000-ൽ താങ്കളുടെ മേൽ ചുമത്തപ്പെട്ട കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ, റിസർവ് ബാങ്കിൽ അനുവാദം വാങ്ങിക്കാതെ താങ്കൾ കിങ്ഫിഷർ ലോഗോ ഉപയോഗിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് താങ്കളുടെ മേൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ കേസ് ഇടുകയും ചെയ്തു. ഫെയറ കേസാണ്. ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഒരു ഹോം ഗ്രോൺ സൂപ്പർ ബ്രാൻഡ് കിങ്ഫിഷർ വന്നു. പുറം രാജ്യത്തേക്ക് അയക്കേണ്ടത് എൻ്റെ ജോലിയായിരുന്നു. അതിപ്പോഴും ചെയ്യുന്നു. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരു കാര്യം ലോകത്തിന് നിറയിലെത്തുകയാണെങ്കിൽ നമ്മൾ അതിൽ അഭിമാനിക്കണം. ഇപ്പോൾ 2005-ൽ ജനങ്ങൾ പറയുന്നു ഇന്ത്യ മൾട്ടിനാഷണൽ ആവണമെന്ന്. ഞാൻ 1978-ൽ UBA ഇന്ത്യയുടെ മൾട്ടിനാഷണൽ കമ്പനിയാക്കി മാറ്റി. അത് കാരണം തന്നെയാണ് എല്ലാ റെയ്ഡുകളും എല്ലാ ഇൻവെസ്റ്റിഗേഷനുകളും നടന്നത്. പക്ഷേ എൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന് ഞാൻ തെളിയിച്ചു. പക്ഷേ കാലം എങ്ങനെയൊക്കെ മാറിയെന്ന് നിങ്ങൾ തന്നെ കണ്ടില്ലേ. എല്ലാ ജനങ്ങളും ചോദിക്കുകയാണ്, കാലം എങ്ങനെ മാറിയിരിക്കുന്നു. ഇൻകം ടാക്സ് കേസിൽ നിന്നും താങ്കൾ വെളിയിൽ വന്നു, എൻഫോഴ്സ്മെന്റ് കേസിൽ നിന്നും താങ്കൾ പുറത്തു വന്നു, ഷോവലീസ് കമ്പനി കേസിട്ടു, ആ കമ്പനി തന്നെ താങ്കൾ വാങ്ങിക്കുകയും ചെയ്തു. ഇവയെല്ലാം താങ്കൾ മാനിപ്പുലേറ്റ് ചെയ്തതായിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ, ദേശീയ തലത്തിൽ നിന്നുള്ള അഭിനന്ദനം, സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ, രാജ്യത്ത് കൂടുതൽ ടാക്സ് അടയ്ക്കുന്നതിനുള്ള സമ്മാനം ലഭിച്ചത്. താങ്കൾ ഇതെങ്ങനെ മാനേജ് ചെയ്തെന്നുള്ള രഹസ്യം ജനങ്ങളോടും പറഞ്ഞു. അല്ല, അത് മാനേജ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല. ഒരാൾ തെറ്റ് ചെയ്യാതെ അയാൾ തെറ്റ് ചെയ്തെന്ന് ഫോഴ്സ് ചെയ്ത് നമുക്ക് ആ തെളിയിക്കാൻ പറ്റില്ല. ഞാൻ തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല, അതിൻ്റെ ആവശ്യവും എനിക്കില്ല. വിജയ് സാർ, താങ്കൾ ആ ടാക്സിൻ്റെ കാര്യത്തിൽ ഞാൻ കൃത്യമായിട്ടാണ് അടയ്ക്കുന്നത്. എൻ്റെ കമ്പനികളെല്ലാം നിയമപ്രകാരമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളും ഉണ്ട്. അവർ വിചാരിക്കുന്നത് ഇവിടെ അന്വേഷണം നടക്കണം, അതായത് ഈ ടെക്നിക്കാലിറ്റി ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല. അങ്ങനെ പറഞ്ഞാൽ ഈ നാട്ടിൽ ബിസിനസ് ചെയ്യാന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ചില ആൾക്കാരുണ്ട്, ഗവൺമെന്റിന് അവര് എപ്പോഴും താക്കോലിട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് സന്തോഷം കിട്ടുന്നുണ്ടായിരിക്കും. ഇപ്പോഴും താങ്കളുടെ അടുത്ത് താക്കോലിട്ട് നോക്കാറുണ്ടോ, അതോ താങ്കളെ പേടിക്കുകയാണോ? താങ്കളുടെ മുന്നിൽ താഴെ കാണുന്നില്ല, പിന്നെ എങ്ങനെ താക്കോലിടുന്ന കാര്യം പറയും?